പറഞ്ഞ വണ്ടി ഞാൻ റോഡിന്റെ നടുക്ക് ചുമ്മാ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2 ദിവസമായിട്ട് ന്യൂസിലാൻഡിയിട്ട് പൊരിഞ്ഞ മഴയാണ്. ഇന്നിപ്പോൾ ചെറുതായിട്ടൊരു മഴ കുറവുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തണുപ്പും കുറവാണ്. ഇന്നലെയൊക്കെയെന്ന് പറഞ്ഞാൽ പെരും മഴയും ഇന്നത്തെ തണുപ്പും. ശരി, നമ്മൾ ഡെലിവറിയിലുണ്ട്. ഇന്ന് തിരക്ക് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തോന്നുന്നു ഒരു മണിക്കൂറിനുള്ള നമ്മുടെ പണിയെല്ലാം തീരും. ഡെലിവറി ചെയ്യാൻ പോണേണ്ട. ചെറിയ പാഴ്സൽ നടന്നു, പക്ഷെ അത് ലെറ്റർ ബോക്സിൽ കയറില്ല. അതുകൊണ്ട് വീട്ടിൽ കൊണ്ട് കൊടുക്കണം. വീട്ടിൽ വേണം വഴിയാണ്. മഴ കുറവുണ്ടെങ്കിലും തണുപ്പ് അത്യാവശ്യം ഉണ്ട് കേട്ടോ. പറഞ്ഞ വണ്ടി ഞാൻ റോഡിന്റെ നടുക്ക് ചുമ്മാ പാർക്ക് ചെയ്തിട്ട് പോയതാട്ടോ. ഇവിടെയുള്ള ആളുകൾ പിന്നെ കലിപ്പ് മൈൻഡ് അല്ലാത്തതുകൊണ്ട് സീനില്ല, ഒന്നും പറയുന്നില്ല, വെയിറ്റ് ചെയ്യും. പക്ഷെ നമ്മളത് മുതലെടുക്കണേ അല്ല കേട്ടോ. ചില സാഹചര്യങ്ങളിൽ അങ്ങനെയൊക്കെയാ. എനിക്കിനി ഈ സ്ട്രീറ്റിൽ വേറെ ഒന്നും കൊടുക്കാനില്ല കേട്ടോ. ജസ്റ്റ് ഒറ്റ ഡെലിവറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളോട് തിരിച്ച് അടുത്ത സ്ട്രീറ്റിലോട്ട് പോകണം കേട്ടോ. പിന്നെ വേറൊരു കാഴ്ച എടുത്തട്ടെ. നമ്മുടെ ഇവിടെ വിൻ്റർ ആയല്ലോ. വിൻ്റർ അങ്ങ് പീക്കിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മുടെ തൊട്ടപ്പുറത്തെ മലയിലൊക്കെ ഫ്രോസ്റ്റൊക്കെ ആയി തുടങ്ങി കേട്ടോ. അത്യാവശ്യം മഞ്ഞൊക്കെ വീണ് തുടങ്ങി. നമുക്ക് ഇവിടെ നിന്ന് നോക്കി കാണാൻ പറ്റും. ഞാൻ കുറച്ച് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മലയാട്ടോ. അപ്പോൾ ഈ മലയുടെ ടോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ മലയുടെ മേളിൽ മഞ്ഞ് പെയ്ത് കിടക്കുന്ന കാണാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ചെറിയ മല കയറിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ ടോപ്പിൽ ചെന്ന് നമുക്ക് നല്ല വ്യൂ കിട്ടും. ഇവിടെ നിന്ന് ചെറിയൊരു വ്യൂ കിട്ടും കേട്ടോ. അതായത് ഞാൻ കാട്ടിത്തരാം. വണ്ടി ചോദിക്കട്ടെ, പാസാറിട്ടേക്കാം. ഇത് കണ്ടോ, അങ്ങ് മലയിൽ മഞ്ഞ് വിതേക്കണ കേട്ടത്. നല്ല ദൂരെയാണ്. എവിടെയെങ്കിലും കയറി നമ്മുടെ ഇവിടെയൊക്കെ വീടിന്റെ നമ്പർ, അതായത് ഇവിടെയൊക്കെ വീടിന്റെ നമ്പർ കേട്ടോ. ഓരോ വീടിന് ഇത്ര നമ്പർ, അതായത് 4, 5, 6, 12, 100, 150 അങ്ങനെ ഓരോ നമ്പർ. അപ്പൊ എല്ലാം നമ്മുടെ ഒരു സൈഡിൽ ഈ ഓഡ് നമ്പറും ഒരു സൈഡിൽ ഈവൻ നമ്പറും ആയിരിക്കും. അങ്ങനെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഞാൻ മല കയറുന്നതിന് മുമ്പ് ഒരു കോഫി മേടിച്ചല്ലോ. തണുപ്പൊക്കെ ആയതുകൊണ്ട് ഒരു കോഫിയൊക്കെ കുടിച്ച് ഇങ്ങനെ ഡെലിവറി ആണ്. നൈസാണ്. സത്യം പറഞ്ഞാൽ നമ്മളാ കാണിച്ച മഞ്ഞിന്റെ മേലായിട്ട് സൂര്യപ്രകാശം അടിക്കാൻ നേരത്ത് ഭയങ്കര രസമാട്ടോ. ഞാൻ കുറച്ചും കൂടി ടോപ്പിൽ ചെല്ലാൻ നേരം നല്ല വ്യൂ ഉണ്ട്. ഞാനപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ചിലപ്പോൾ കറക്റ്റ് വ്യൂ കാട്ടിത്തരാട്ടോ. എല്ലാ ദിവസവും പാഴ്സലുള്ള വീടുകളുണ്ടല്ലോ. എല്ലാ ദിവസവും അവർക്ക് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും. എന്നും അതുപോലത്തെ ഒരു വീടാണ് ഇത്. ഞാനിവിടെ വന്ന സമയത്തൊക്കെ ഇവിടുത്തെ പട്ടിനെ ഓടിക്കായിരുന്നു. ഇപ്പൊ വന്ന് പട്ടിക്കൊക്കെ എന്നെ പരിചയം.
അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമുക്ക് പേടിക്കാണ്ട് കയറി ചെല്ലാം. പിന്നെ ഇവിടുത്തെ ആളുകളും എങ്ങനെയാട്ടോ, എനിക്ക് തോന്നുന്നു 100 പേരെടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് 1-2 ആളുകളായിരിക്കും ഭയങ്കര റഫായിട്ടുള്ള ടീമുകൾ. ബാക്കി എല്ലാവരും ഭയങ്കര സ്നേഹമാട്ടോ, നമ്മുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ പണിയായുധം. നമ്മുടെ ഡിപ്പോയിൽ നിന്ന് നമ്മൾ എടുക്കുന്ന പാഴ്സൽ ഓൺ ബോർഡ് ചെയ്ത് നമ്മുടെ വണ്ടിയിൽ വയ്ക്കും, സ്കാൻ ചെയ്തിട്ട്. പിന്നെ അതുപോലെ നമ്മൾ ഓരോ സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്യാൻ നേരത്ത് സ്കാൻ ചെയ്ത് ഡെലിവറി ചെയ്യും. ഇതാണ് നമ്മുടെ മെയിൻ പണിയായുധം. ഇതിൻ്റെ അകത്താണ് നമ്മുടെ എത്ര പാഴ്സൽ ഒരു ദിവസം ഹാൻഡിൽ ചെയ്തു എന്നുള്ളതിൻ്റെ ഡാറ്റാസും കാര്യങ്ങളും കിട്ടും. ട്രാക്കിങ്, അതായത് നമ്മളൊരു പാഴ്സൽ എവിടെയെങ്കിലും കൊണ്ടുവച്ചത് ട്രാക്ക് ചെയ്തെടുക്കാനോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വിട്ടു കഴിഞ്ഞാൽ അതൊക്കെ എടുക്കാൻ ഈ സാധനത്തിലൂടെ പോയാൽ മാത്രമേ പറ്റുള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ ഡെലിവറി ചെയ്യാൻ പറ്റും, എന്നാലാണ് നമുക്ക് പേ ഉള്ളൂ. രണ്ട് വർഷമായിട്ട് ഈ സെയിം റൂട്ടിൽ എല്ലാ ദിവസവും മിക്ക വീടുകളിലും ഞാൻ ചെല്ലൂട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ, ഇവിടെ ഉള്ളവരെല്ലാവരും എന്നെ അറിയും, എല്ലാ വീട്ടിലുള്ളവരും എന്നെ അറിയും.
അങ്ങനെ വിജയകരമായി ഇന്നത്തെ ഡെലിവറി കഴിഞ്ഞു കേട്ടോ. വളരെ നേരത്തെ, അതായത് 11 മണി ആവാൻ ഇനിയും 15 മിനിറ്റ് ഉണ്ട്. അതായത് 10:45 തന്നെ നമ്മുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു. നേരെ വീട്ടിൽ പോവാം. ഇത് നമുക്ക് 2 മണിയാകുമ്പോൾ ഇറങ്ങിയാൽ മതി കേട്ടോ. 2 മണിയാകുമ്പോൾ ഇറങ്ങി കുറച്ച് പിക്കപ്പുകളും എടുത്ത് നമ്മുടെ ഇന്നത്തെ പണി തീർന്നു. ഓഹോ, പക്ഷെ അത് ഇന്നലെ ആയിരുന്നു രസമായിരുന്നു കേട്ടോ. കാരണം ഇന്നലെ കാല മഴയായിരുന്നു. മൊത്തം നനഞ്ഞ് രാവിലെ തൊട്ട് പോയി പക്ഷെ ഇന്നാണ് ഈ മഴയില്ല. ഇപ്പൊ മഴയൊക്കെ മാറി ഇങ്ങനെ. പക്ഷെ ഇന്നാണ് ഈ തിരക്കില്ല. തിരക്കുള്ള ദിവസം മഴ ഭയങ്കര കാര്യം. ആകെ നനഞ്ഞാ പിന്നെ കുളിരില്ലാന്ന് പണ്ട് കാരണന്മാര് പറഞ്ഞാലേ. രാവിലെ 4 മണി തൊട്ട് നനയണോണ്ട് പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒന്നും അറിയില്ല. പിന്നെ ഇങ്ങനെ പോകും. അതാണ്. ഇനി എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെ ഓരോ വീഡിയോ ചെയ്താലാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ചെയ്യലില്ല കേട്ടോ. കാരണം ഇതൊന്നുമല്ല, സാധാരണ പറഞ്ഞ പോലൊക്കെ തന്നെ സെയിം സമയം കിട്ടാറില്ല. പക്ഷെ ഈ സമയം കിട്ടാതിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ സമയം കണ്ടെത്തി വീഡിയോ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യമാണ്. കുറെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ചാനലൊക്കെ ഇത്രയൊക്കെ ആക്കിയെടുത്തത്. പക്ഷെ എന്താ പറയാ, അങ്ങനെ ആവണില്ല, ചെയ്യാൻ പറ്റണില്ല. അതാണ്. നോക്കാം. കഴിഞ്ഞ പോയ ദിവസങ്ങളും അവസരങ്ങളും പോട്ടെ, ഈ അവസരങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രയത്നിക്കും, അതല്ലേ. ഇപ്പൊ എന്നാലും നമ്മൾ അടുത്ത ദിവസം തൊട്ട് കിടക്കാച്ചി വീഡിയോസ് ഉണ്ടാവും. ഇപ്പൊ എന്നാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കട്ടെ. ഇനി അടിപൊളി കിടക്കാച്ചി വീഡിയോ ആയിട്ട് നാളെ കാണും. ഉറപ്പായിട്ട് ഞാൻ നാളെ ഇടും. See you guys.